ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പുതിയ ഓർഗാനിസം നോക്കാം. ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോകോക്കസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സ്ട്രെപ്റ്റോകോക്കസിനെ പറ്റി നിങ്ങൾക്ക് ആൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എന്തായിരിക്കാം? ഗ്രാം പോസിറ്റീവ് കോക്കെ ആയിരിക്കാം, നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. പിന്നെ എന്തായിരിക്കും? അറേഞ്ച്ഡിങ് ലുക്ക് ലൈക്ക് ദിസ്, ദാറ്റ് ഈസ് അറേഞ്ച്ഡിങ് എന്തായിരുന്നു? ലോങ് ചെയിൻ ആയിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ജനറൽ ക്യാരക്ടേഴ്സ്. They are gram-positive cocci arranged in chains, and they are non-motile and non-sporing. For their optimal growth, the medium should be enriched with the blood, serum, or ascitic fluid for their optimal growth. It is an important human pathogen able to cause pyogenic infection with a tendency to spread, and also able to cause non-suppurative lesions like acute rheumatic fever or acute glomerulonephritis. ഇതൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ഇത് നമ്മൾ മെയിൻ ആയിട്ട് 4 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ cultural characters. The third classification is based on biochemical reactions. Then fourth classification is based on antigenic structure. ഇങ്ങനെ 4 രീതിയിലാണ് നമ്മൾ സ്ട്രെപ്റ്റോകോക്കിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇതിന്റെ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ലോങ് ചെയിൻ ആൻഡ് ഷോർട്ട് ചെയിൻ എന്നുള്ള രീതിയിൽ നമ്മൾ പണ്ട് നമ്മൾ ഇതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ പാത്തോജനിക് വൺ ആൻഡ് ഷോർട്ട് ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ പാത്തോജനിക് വൺ ആയിരുന്നു. പക്ഷേ ദിസ് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫാക്ടറി ബിക്കോസ് the length of chain, that is it may be short chain or long chain, it is mainly depending upon the growth factors and other accessory factors present in the growth medium. ഓക്കെ, അതായത് ഈ ലോങ് ചെയിൻ ആണോ അതല്ലെങ്കിൽ ഷോർട്ട് ചെയിൻ ആണോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ പാത്തോജനിസിറ്റിക്ക് ഒരു റോളും ഇല്ല. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് മീഡിയം ഗ്രോ ചെയ്യുന്ന കൾച്ചർ മീഡിയത്തിന്റെ അകത്തുള്ള അതിന്റെ ഗ്രോത്ത് ഫാക്ടേഴ്സും അതൊക്കെയാണ് ഇതിന് മെയിൻ ആയിട്ട്. അതുപോലെ തന്നെ മീഡിയത്തിന് കുറെ ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഇത് ലോങ് ചെയിൻ ആണോ അതോ ഷോർട്ട് ചെയിൻ ആണോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലാണ്ട് പാത്തോജനിക് മെക്കാനിസത്തിന് അത്ര റോൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ്, ഇപ്പൊ നൗ ഇത് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ കൾച്ചറൽ ക്യാരക്ടേഴ്സ്. ഈ കൾച്ചറൽ ക്യാരക്ടേഴ്സിന് ബേസിൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഒബ്ലിഗേറ്റ് അനറോബ്സ് ആൻഡ് എറോബ് ഓർ ഫാക്കൽറ്റേറ്റീവ് അനറോബ്സ് എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ദിസ് ഒബ്ലിഗേറ്റ് അനറോബ്സ് ഇൻക്ലൂഡ് പെപ്റ്റോ സ്ട്രെപ്റ്റോകോക്കെ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് വേറെ തന്നെ എടുത്ത് പഠിക്കാനുണ്ട്. ഇത് നമ്മൾ നോക്കുന്നത് എറോബ്സ് ഓർ ഫാക്കൽറ്റേറ്റീവ് അനറോബ്സ്. ഓക്കെ, ഈ എറോബ്സ് ആൻഡ് ഫാക്കൽറ്റേറ്റീവ് അനറോബ്സിനെ വീണ്ടും നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ബേസ്ഡ് ഓൺ ഹീമോലൈറ്റിക് പ്രോപ്പർട്ടി ഓൺ ബ്ലഡ് അഗാർ. ഈ ബ്ലഡ് അഗാറിലുള്ള ഹീമോലൈറ്റിക് പ്രോപ്പർട്ടിന്റെ ബേസിൽ നമ്മൾ എറോബ്സ് ആർ ഫാക്കൽറ്റേറ്റീവ് അനറോബ്സിനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും ബേസ്ഡ് ഓൺ ഹീമോലൈറ്റിക് പ്രോപ്പർട്ടി. നമുക്കറിയാം എന്താണ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ഹീമോലൈസിസ് ആണെന്നുള്ളത്. നമുക്ക് അതിനെ പറ്റി നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ആൽഫ ഹീമോലൈസിസ്. നിങ്ങൾ പണ്ടേ പഠിച്ചാണ് എന്താണ് ആൽഫ ഹീമോലൈസിസ്. ഇറ്റ് ഇസ് എ പാർഷ്യൽ ഹീമോലൈസിസ്. ദാറ്റ് ഈസ് ഗ്രീനിഷ് ഡിസ്കളറേഷൻ അറൌണ്ട് ദ കോളനി എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു ഗ്രീനിഷ് ഡിസ്കളറേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ വിരിഡാൻസ് സ്ട്രെപ്റ്റോകോക്കെ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വിരിഡാൻസ് മീൻ ഗ്രീൻ കളർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഗ്രീൻ ആൽഫ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ നമ്മൾ കളക്റ്റീവിൽ പറയുന്ന പേരാണ് വിരിഡാൻസ് സ്ട്രെപ്റ്റോകോക്കെ എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും കോമൺ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഓർഗാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് സലൈവേറിയസ് എന്ന് പറഞ്ഞ ഓർഗാൻസ് ആണ് ഈ വിരിഡാൻസ് സ്ട്രെപ്റ്റോകോക്കയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ദെൻ ഇതിന്റെ സോൺ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും 1 or 2 millimeter ഡയമീറ്റർ ആയിരിക്കും. ഹാവിംഗ് ഇറഗുലർ മാർജിൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരിക്കലും റെഗുലർ മാർജിൻസ് ആയിരിക്കില്ല. അതിൽ തന്നെ എന്തായിരിക്കും 1 or 2 മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 2 millimeter ഡയമീറ്റർ ഉണ്ടാവത്തുള്ളൂ. ഹാവിംഗ് ഇറഗുലർ മാർജിൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ. ഇതെന്തായിരിക്കും നിങ്ങൾക്ക് അറിയാം. ബീറ്റ ഹീമോലൈസിസ് എന്തായിരിക്കും? ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് ഹീമോളൈസിസ് ആയിരിക്കും. ദാറ്റ് ഈസ് എന്തായിരിക്കും ക്ലിയർ സോൺ അറൌണ്ട് ദ കോളനി എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ബീറ്റ ഹീമോളൈസിസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇതിനകത്ത് ഈ സ്ട്രെപ്റ്റോകോക്കയുടെ കേസിൽ ബീറ്റ ഹീമോളൈസിസ് നടക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് 2 types ഓഫ് സ്ട്രെപ്റ്റോലൈസിൻസ് ഉള്ളതുകൊണ്ടാണ്. ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോലൈസിൻ ഒ ആൻഡ് സ്ട്രെപ്റ്റോലൈസിൻ എസ്. ഈ സ്ട്രെപ്റ്റോലൈസിൻ ഒയും എസും ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ അകത്ത് ബീറ്റ ഹീമോളൈസിസ് നടക്കുന്നത്. ദാറ്റ് ഈസ് ഒ പേരിപ്പം തന്നെ എന്താണ്? ഒ ഈസ് ഓക്സിജൻ ലബൽ ആൻഡ് എസ് ഈസ് ഓക്സിജൻ സ്റ്റേബിൾ ആയിരിക്കും. ഇതിനകത്ത് എസ് എന്തായിരിക്കും? നമ്മുടെ സർഫസ് കോളനി ഹീമോലൈസിസ്, സർഫസ് കോളനിയുടെ ഹീമോലൈസിസിന് റെസ്പോൺസിബിൾ ആയിട്ടൊക്കെ വന്നത് എസ്. ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോലൈസിൻ എസ് റെസ്പോൺസിബിൾ ആവുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഹ്യൂമൻ ഇൻഫെക്ഷൻ മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്ന സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് ബിലോങ്സ് ടു ദിസ് ഗ്രൂപ്പ്. ദാറ്റ് ഈസ് ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കയിൽ വരുന്നതാണ് സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ്. ഓക്കെ, ദെൻ ഈ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കനെ വീണ്ടും നമ്മൾ എന്തായിരുന്നു ഈ ബേസ്ഡ് ഓൺ നമ്മുടെ ഇമ്മ്യൂണോളജിക്കൽ ഗ്രൂപ്പ്സിന്റെ ബേസിൽ നമ്മൾ ഇതിനെ വീണ്ടും നമ്മുടെ ഒരു റെബേക്ക ലാൻസ്ഫീൽഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാവിംഗ് A to V വരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സെപ്റ്റ് I and G. ഇതിനെ പറയുന്ന പേരാണ് ലാൻസ്ഫീൽഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ലാൻസ്ഫീൽഡ് ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ
കാർബോഹൈഡ്രേറ്റ് ആന്റിജൻ പ്രസന്റ് അതിനെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം. നെക്സ്റ്റ് വൺ ഇസ് ദ ഗാമ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ. ഈ ഗാമ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗാമ നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് ഹീമോലൈസിസ് അല്ലെങ്കിൽ നോ ഹീമോലൈസിസ്. അതെന്തായിരിക്കും? ദർ ഇസ് നോ ഡിസ്കളറേഷൻ അറൌണ്ട് ദ കോളനി ആയിരിക്കും. എക്സാമ്പിൾ ഈസ് സ്ട്രെപ്റ്റോകോക്കസ് ഫീക്കാലിസ്. ഓക്കെ, ഇത്രയാണ് ബേസ്ഡ് ഓൺ ഹീമോലൈസിസിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. ദെൻ തേർഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ബയോകെമിക്കൽ റിയാക്ഷൻ. ഈ ബയോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെർമെന്റേഷൻ റിയാക്ഷന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഇത് മെയിൻ ആയിട്ട് യൂസ് ടു ഡിഫറൻഷിയേറ്റ് ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് സ്ട്രെപ്റ്റോകോക്കെ. ദാറ്റ് ഈസ് മെയിൻ ആയിട്ട് വെച്ചാൽ മാനിറ്റോൾ ഫെർമെന്റേഷൻ ബേസിലാണ്. ദാറ്റ് ഈസ് മാനിറ്റോൾ ഫെർമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻട്രോകോക്കെ ആയിരിക്കും. അതേസമയത്ത് നോൺ മാനിറ്റോൾ ഫെർമെന്റേഴ്സ് ആണെങ്കിൽ ദാറ്റ് മേ ബി സ്ട്രെപ്റ്റോകോക്കസ് പയോജിൻസ്, സ്ട്രെപ്റ്റോകോക്ക വിരിഡാൻസ്, ഇതൊക്കെ എന്തായിരിക്കും? മാനിറ്റോൾ നോൺ ഫെർമെന്റേഴ്സ് ആയിരിക്കും. Okay, then fourth classification is based on antigenic structures. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീറ്റ, നമ്മൾ സ്ട്രെപ്റ്റോകോക്കേന ബേസ്ഡ് ഓൺ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ നമ്മൾ A to B വരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സെപ്റ്റ് INJ എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ലാൻഡ്സ്ഫീൽഡ് ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. കാരണം റെബേക്ക ലാൻഡ്സ്ഫീൽഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോകോക്കയുടെ കാർബോഹൈഡ്രേറ്റ്, നമ്മുടെ സെൽവാളിന്റെ മുകളിൽ കാർബോഹൈഡ്രേറ്റ് ആന്റിജൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. ഓക്കെ, ദെൻ അതിന്റെ അകത്ത് വരുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ ഹ്യൂമൻ ഇൻഫെക്ഷൻ ഈ ഏറ്റവും കൂടുതൽ കോസ് ചെയ്യുന്നത് ഗ്രൂപ്പ് A ആണ്. ദാറ്റ് ഈസ് ഇൻക്ലൂഡ് ഗ്രൂപ്പ് A ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കയാണ് മെയിൻ ആയിട്ട് ഹ്യൂമൻ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. ഈ ബീറ്റ ഹീമോലൈറ്റിക് ഗ്രൂപ്പ് A ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കയാണ് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗ്രിഫിത്ത് ടൈപ്പിംഗ് എന്ന് പറയുന്നു. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബാക്ടീരിയയുടെ സെൽ സർഫസിന്റെ മുകളിലെ പ്രോട്ടീന്റെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ. ദാറ്റ് ഈസ് പ്രോട്ടീൻ MTR, ഇങ്ങനെയുള്ള 3 പ്രോട്ടീന്റെ ബേസിലെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ദാറ്റ് ഈസ് നോൺ ആസ് ഗ്രിഫിത്ത് ടൈപ്പിംഗ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിനെ പറ്റി നോക്കാം. ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്ട്രെപ്റ്റോകോക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ based on oxygen requirement ബേസിൽ aerobic and facultative anaerobes and obligate anaerobes. Obligate anaerobes നമ്മൾ പെപ്റ്റോസ്ട്രെപ്റ്റോകോക്കെ എന്ന് പറയുന്നു. Then aerobe and facultative anaerobes based on hemolysis, that is alpha, beta and gamma hemolysis ബേസിൽ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. This alpha hemolytic streptococcus നമ്മൾ എന്തെന്ന് പറയുന്നു? Viridans streptococcus എന്നുള്ള രീതിയിൽ പറയുന്നു. Then gamma hemolytis നമ്മൾ എന്തെന്ന് പറയുന്നു? Enterococcus faecalis എന്നുള്ള Enterococcus എന്നുള്ള ഇതിൽ വരുന്നു. Then beta hemolytic streptococcus നമ്മൾ എന്താണ്? നമ്മൾ വീണ്ടും ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. That is based on serology. നമ്മുടെ ഈ ഒരു ബാക്ടീരിയയുടെ പോളിസാക്കറൈഡ് ക്യാപ്സ്യൂളിന്റെ ബേസിൽ നമ്മൾ വീണ്ടും 20 ലാൻഡ്ഫീൽഡ് ഗ്രൂപ്പ്സ് ഉണ്ട് എന്ന് പറയുന്നു. എക്സെപ്റ്റ് I to J എന്നുള്ള രീതി പറയുന്നു. 20 ഡിഫറെന്റ് സബ് ടൈപ്സ് ഉണ്ട്. ഇതിന്റെ അകത്ത് ഗ്രൂപ്പ് എയിൽ വരുന്നതാണ് ഗ്രൂപ്പ് ഹ്യൂമൻ ഇൻഫെക്ഷൻ ഏറ്റവും യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഗ്രൂപ്പ് A ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ, ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോകോക്കസ് പയോജിൻസ് എന്ന് പറയുന്നു. Then ഇതിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? സിറോളജിക്കൽ ടൈപ്പിംഗ് നടത്തുന്നു ബേസ്ഡ് ഓൺ MTR പ്രോട്ടീന്റെ ബേസിൽ ഗ്രിഫിത്ത് ടൈപ്സ് എന്ന് പറയുന്നു. അങ്ങനെ 1, 2, 3 എന്നുള്ള രീതിയിൽ 80 ഡിഫറെന്റ് നമ്പേഴ്സ് വരെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതും അതിന്റെ ബേസ് ഇതിൽ തന്നെയാണ്. ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഓക്സിജൻ റിക്വയർമെന്റ്, എയറോബ്സ് ആൻഡ് ഒബ്ലിഗേറ്റ് അനറോബ്സ്, പെപ്റ്റോസ്ട്രെപ്റ്റോ ഹീമോലൈസിസ്, ആൽഫ ബീറ്റ ഗാമ. ബീറ്റ നമ്മൾ എന്തെന്ന് പറയുന്നു? ലാൻഡ്ഫീൽഡ് ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് സ്പെസിഫിക് കാർബോഹൈഡ്രേറ്റ് ആന്റിജന്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ നടക്കുന്നു. അതിന്റെ ഫലമായിട്ട് 20 സീറോടൈപ്സ് ഉണ്ടെന്ന് പറയുന്നു. A to V എക്സെപ്റ്റ് INJ. Then ഗ്രൂപ്പ് A സ്ട്രെപ്റ്റോകോക്ക പയോജിൻസിന് ഗ്രിഫിത്ത് ടൈപ്പിന്റെ ബേസിൽ ബേസ്ഡ് ഓൺ MTR പ്രോട്ടീന്റെ ബേസിൽ നമ്മൾ ലെസ് ദാൻ 100 സീറോടൈപ്സ് ഉണ്ടെന്ന് പറയുന്നു.